സി വേണുഗോപാൽ വെറുമൊരു MP അല്ല, ജനങ്ങളുടെ ശബ്ദമാണ്. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ കണ്ണിൽ പൊടിയിടുന്ന ബജറ്റുകളുമായി വരുന്ന ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തുന്ന വിപ്ലവകാരി സി വേണുഗോപാൽ എന്ന പേര് ഇന്ന് കേരളത്തിലെ സർക്കാരിന് ഒരു പേടി സ്വപ്നമായി മാറുന്നു. നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ ജനങ്ങളെ വഞ്ചിക്കരുത് എന്ന സർക്കാരിന്റെ മുഖത്ത് നോക്കി പറയാൻ ചങ്കൂറ്റമുള്ള ഒരേയൊരു നേതാവ്. നടപ്പിലാക്കാൻ സാധിക്കാത്ത വാഗ്ദാനങ്ങൾ നൽകുന്ന സംസ്ഥാന സർക്കാരിന് മുന്നിൽ ബ്ലാക്ക് ചെക്ക് വെച്ചുകൊണ്ട് അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വമ്പൻ പദ്ധതിക്ക് ഒപ്പുവെച്ചിരിക്കുന്നു. കേരളത്തിലേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ റോഡ് വികസന പദ്ധതി ഫണ്ടിൽ നിന്നും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ 2 റോഡുകളുടെ നവീകരണത്തിന് 38 കോടി രൂപ അനുവദിച്ചുകൊണ്ട് അദ്ദേഹം വാക്കുകൾ കൊണ്ട് കബളിപ്പിക്കുന്ന ഭരണകൂടത്തിന് പ്രവർത്തി കൊണ്ട് മറുപടി നൽകുന്നു. ബജറ്റിൽ തുക നീക്കിവെച്ച കടലാസിൽ വികസനം എഴുതുമ്പോൾ സി വേണുഗോപാൽ ഡൽഹിയിൽ നിന്നും 38 കോടി രൂപയുമായിട്ട് ആലപ്പുഴയുടെ മണ്ണിലേക്ക് വരികയാണ്. വടതല, കുടപ്പുറം, ചെങ്ങണ്ട, തൃച്ചാട്ടുകുളം, പൂച്ചാക്കൽ, ഉളവയ്പ് എന്നിവയെ ബന്ധിക്കുന്ന അരൂർ നിയോജക മണ്ഡലത്തിലെ 11.7 കിലോമീറ്റർ നീളം വരുന്ന റോഡിന് 15 കോടിയും, ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ 5 കിലോമീറ്റർ നീളം വരുന്ന പള്ളിപ്പാട്, വഴുതാനം, പാറക്കളം, പൊയ്യക്കര ജംഗ്ഷൻ, മണിമലമുക്ക് ജംഗ്ഷൻ എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡിന് 23 കോടിയുമാണ് അനുവദിച്ചിരിക്കുന്നത്. റോഡ് പണിത് സെൽഫിയും ഫ്ലെക്സും വെക്കാൻ ധൃതി പിടിക്കുന്ന അമ്മായിയപ്പനും മരുമകനും ഇതൊന്ന് കണ്ണു തുറന്ന് കാണണം. റീൽസ് ഇട്ട് ആളെയും അറിയിച്ചാൽ മാത്രം ജനകീയനാകില്ല എന്ന് സി ഇവിടെ തെളിയിച്ചിരിക്കുന്നു. സത്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസിനുള്ള നല്ല ഉഗ്രൻ മറുപടിയാണ് സി നേരിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അരൂരും ഹരിപ്പാടും ഇനി മാറാൻ പോകുന്നു. ഇത് ഭരണപക്ഷത്തിന്റെ ഔദാര്യമല്ല, ജനപ്രതിനിധി തന്റെ മണ്ഡലത്തിന് വേണ്ടി പൊരുതി നേടിയെടുത്ത വികസനമാണ്. വിറപ്പിക്കേണ്ടവരെ വിറപ്പിച്ചും ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിച്ചും അദ്ദേഹം മുന്നോട്ട് തന്നെ പോകുന്നു. പതറാത്ത നിലപാടുകൾ, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം, കേരളം കണ്ട ഏറ്റവും കരുത്തനായ സംഘാടകനായ സി വേണുഗോപാൽ മാറുകയാണ്. സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ച പിണറായി സർക്കാരിന് നേരെ കടുത്ത വിമർശനവുമായിട്ട് സി വേണുഗോപാൽ രംഗത്തെത്തിയത് സർക്കാരിൻ്റെത് വെറും കണ്ണിൽ പൊടിയിടൽ തന്ത്രമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചുകൊണ്ടാണ്. പിന്നാലെ സ്വന്തം മണ്ണിനായി വികസനത്തിന്റെ വഴി തുറന്ന അദ്ദേഹം സംസ്ഥാന സർക്കാർ വികസനത്തിന് പണമില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുമ്പോഴാണ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് തന്റെ മണ്ഡലത്തിനായിട്ട് കോടികൾ സി വാരിയെറിയുന്നത്. ഇതൊരു വെല്ലുവിളിയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പവർ സെന്ററായ സി വേണുഗോപാൽ വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കുമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. വാക്കുകൾ കൊണ്ടല്ല, വികസനം കൊണ്ടാണ് മറുപടി പറയേണ്ടതെന്നാണ് സി കാണിച്ചു തരുന്നത്. ഈ 38 കോടി ആലപ്പുഴയുടെ മുഖച്ഛായ മാറ്റുമെന്നതിൽ തർക്കമില്ല. ഈ വാക്കുകൾ കൊണ്ട് കോട്ട കെട്ടുന്നവർക്കും ബജറ്റ് പ്രസംഗങ്ങളിൽ കവിത ചൊല്ലുന്നവർക്കും മുന്നിൽ വികസനത്തിന്റെ മാസ്റ്റർ പ്ലാനുമായി സി വേണുഗോപാൽ അവതരിക്കുകയാണ്. അങ്ങ് ഡൽഹിയിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഗതിവിധികൾ നിയന്ത്രിക്കുന്ന സി വേണുഗോപാൽ കേരളത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സർക്കാരിനെയാണ്. ബജറ്റ് എന്ന പേരിൽ വെറും ബ്ലാങ്ക് ചെക്കുകൾ നൽകി ജനങ്ങളെ വഞ്ചിക്കുന്ന പിണറായി സർക്കാരിന്റെ മുഖംമൂടി അദ്ദേഹം വലിച്ചു കീറും. പണമില്ല, ഫണ്ടില്ല എന്ന് പറഞ്ഞ് കരയുന്നവർക്ക് മുന്നിൽ കേന്ദ്രത്തിൽ നിന്ന് 38 കോടി രൂപയുമായി അദ്ദേഹം മറുപടി നൽകുകയാണ്.